السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعده. സൂറത്തുൽ മുദ്ദസ്സിർ നാം ഇന്ന് പഠിക്കാൻ പോകുന്ന സൂറത്തുൽ മുദ്ദസ്സിർ. സൂറത്തുൽ മുദ്ദസ്സിറിൻ്റെ ആദ്യത്തെ 10 ആയത്തുകളാണ് നാം ഇന്ന് പഠിക്കുന്നത്. അല്ലാഹു ജല്ല ജലാലുഹു നല്ല രീതിയിൽ പഠിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പാഠം ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها المدثر قم فأنذر وربك فكبر. يا أيها الهمزة يا أيها المدثر മുദ്ദസ്സിർ ഇത് സായാണ്. സാക്ക് ഷദ്ദുണ്ട്, ശേഷം റാ. മുദ്ദസ്സിറു ദമ്മ് ആണ് അവിടെ, പക്ഷെ നിർത്തുമ്പോൾ സുക്കൂൻ കൊടുത്ത് നിർത്തും. റായ മുഴപ്പിക്കില്ല. മുദ്ദസ്സിർ എന്ന് പറയില്ല, മുദ്ദസ്സിർ എന്നാണ് പറയുക. يا أيها المدثر قم قاف قم فأنذر ഇത് ഹംസയാണ്. സുക്കൂനുള്ള ഈ നൂനിനെ മൂക്കിൽ മറച്ച് മണിക്കും. ഇഖ്ഫാഇൻ്റെ നിയമം. ഫഅൻസിർ ഇവിടെയും റായെ മുഴപ്പിക്കുകയില്ല. ഖും ഫഅൻസിർ വറബ്ബക ഫകബ്ബിർ വറബ്ബക ഫകബ്ബിർ വസിയാബക وثيابك فطهر. അവിടെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഫതഹിർ എന്ന് ഓതിപ്പോകാനുള്ള ഓതാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫതഹിർ ഹ തഷ്ദീദ്, ഹ കട്ടിയാക്കണം. ഇവിടെയും റാ മുഴപ്പിക്കരുത്. وثيابك فطهر والرجز فاهجر والرجز വാവിൽ നിന്നും നേരെ റായിലോട്ട് റായെ കട്ടിയാക്കണം. ശേഷം ജീം സുക്കൂൻ ഖൽഖല വറുജ്സ ഫായിൽ നിന്നും ഹായിലോട്ട് ഈ അലിഫ് ഉച്ചരിക്കരുത്. ഫഹ്ജുർ ഇവിടെ റായ മുഴപ്പിക്കണം. വറുജ്സ ഫഹ്ജുർ വലാ തംനൂൻ തസ്തക്തിർ തംനുൻ രണ്ടാമത്തെ നൂനിനെ മൂക്കിൽ മറച്ചു മണിക്കണം. ഇഖ്ഫാഇൻ്റെ നിയമം.
ولا تمنن تستكثر تستكثر തസ്തക്സിർ ഇർ ഇർ ഇവിടെയും റായ മുഴപ്പിക്കരുത്. ولا تمنن تستكثر ولربك فاصبر ولربك فاصبر ولربك فاصبر ഫ ഫായിൽ നിന്നും സാദിലോട്ട് അലിഫ് ഉച്ചരിക്കരുത്, റാ മുഴപ്പിക്കരുത്. വലിറബ്ബിക ഫസ്സദ് വലിറബ്ബിക ഫസ്ബിർ ഫഇദാ നുഖിറ ഖാഫ് ഫഇദാ നുഖിറ ഫിന്നാഖൂർ ഫിൻ ഇവിടെ നൂനിനെ ഗുന്ന മണിക്കണം. ഫിന്നാഖൂർ റായ മുഴപ്പിക്കണം, സുക്കൂൻ കൊടുത്ത് മുഴപ്പിച്ച് നിർത്തണം. ഫഇദാ നുഖിറ ഫിന്നാഖൂർ ഫദാലിക യൗമഇദി യൗമുൻ യൗമഇദി ഇദ്ഗാം യൗമഇദി മണിച്ച് കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കണം. യൗമഇദി യൗമുൻ ഇദ്ഹാർ ഈ തൻവീനിനെ വെളിവാക്കി വ്യക്തമാക്കി ഉച്ചരിക്കണം. യൗമുൻ അസീർ സീൻ ഐൻ തൊണ്ടയുടെ നടുക്ക് നിന്നും അസീർ ഇർ അവിടെയും റായ മുഴപ്പിക്കരുത്. فذلك يومئذ يوم عسير على الكافرين على الكافرين على الكافرين غير يسير ഇവിടെയും റായ മുഴപ്പിക്കരുത്. അലൽ കാഫിരീന ഗൈറു യസീർ. ഇനി ആയത്ത് അത്രയും ഒരുമിച്ച് പാരായണം ചെയ്യും, ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها المدثر قم فأنذر وربك فكبر وثيابك فطهر والرجز فاهجر ولا تمنن تستكثر ولربك فاصبر فإذا نقر في الناقور فذلك يومئذ يوم عسير على الكافرين غير يسير. നമ്മൾ പഠിക്കുന്ന സൂറത്തുകൾ, ആ സൂറത്തുകളിൽ നിന്നുമുള്ള ദിവസേനയുള്ള പാഠം, ഇത് തജ്വീദിൻ്റെ ക്ലാസ്സാണ് എങ്കിൽ പോലും പറയുകയാണ്, വീട്ടിൽ ഖുർആനിൻ്റെ പരിഭാഷയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പരിഭാഷയും കൂടെ മുന്നിൽ വെച്ചുകൂടെ. അതല്ലെങ്കിൽ ഇന്ന് ഫോണിൽ ആപ്പുകളുണ്ട്, അതിലൂടെയെങ്കിലും പഠിക്കുന്ന ആ പാഠങ്ങളുടെ അർത്ഥം, ഇത് തജ്വീദ് പാഠം ആയതുകൊണ്ടാണ്
അർത്ഥമോ മറ്റ് വ്യാഖ്യാനങ്ങളോ ഒന്നും നമ്മൾ ഇതിൽ പറയാത്തത്. ഇല്ലായിരുന്നെങ്കിൽ ഈ ആയത്തുകളൊക്കെ ഹൃദയത്തിൽ തട്ടുന്ന ആയത്തുകളാണ്. ഇതിൻ്റെയൊക്കെ ആശയവും അർത്ഥവുമൊക്കെ വളരെ വലുതാണ്. ഇതൊക്കെ നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കുകയും ആഖിറവുമായുള്ള ബന്ധം ദൃഢപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. സാന്ദർഭികമായി ചെറിയതായിട്ട് ഒന്ന് പറയുകയാണ്. സൂറത്തുൽ മുദ്ദസ്സിർ എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി ലഭിച്ച വഹി. അത് സൂറത്തുൽ അലഖ് ആണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നാം എല്ലാവർക്കും അറിയാം, ഹിറാ ഗുഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തിൽ കഴിയുന്ന സന്ദർഭത്തിലാണ് ആദ്യമായി വഹി ഇറങ്ങുന്നത്. സൂറത്തുൽ അലഖ്. രണ്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ മുദ്ദസ്സിർ. സൂറത്തുൽ അലഖ് ഇറങ്ങിയതിന് ശേഷം ഏതാനും ദിവസങ്ങൾ വഹി വന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ വഹിക്ക് ശേഷം വീണ്ടും ഹിറാ ഗുഹയിലേക്ക് പോവുകയും ഇബാദത്തിൽ കഴിഞ്ഞുകൂടുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഇബാദത്ത് കഴിഞ്ഞ് ഗുഹയിൽ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വീണ്ടും വഹി വരാൻ തുടങ്ങി. ഒരു അദൃശ്യമായ ശബ്ദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ നോക്കിയിട്ടും എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത്, ആരാണ് വിളിക്കുന്നത് എന്ന് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ മുകളിലോട്ട് നോക്കിയപ്പോൾ ആകാശഭൂമികൾക്കിടയിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഉപവിഷ്ടനായി ഇരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. ആ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വീണ്ടും രണ്ടാമത്തെ വഹി, യാ അയ്യുഹൽ മുദ്ദസ്സിർ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ ഭൂമികൾക്കിടയിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഉപവിഷ്ടനായിരിക്കുന്നത് കണ്ടു. ആ കാഴ്ച കണ്ട രംഗം കണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഭയപ്പെട്ടുപോയി. അങ്ങനെ പേടിച്ച് വിറച്ച് ആദ്യത്തെ വഹി ഇറങ്ങിയപ്പോൾ എങ്ങനെയാണോ ഭയപ്പെട്ടത് അതുപോലെ പേടിച്ച് വിറച്ച് വീട്ടിലേക്ക് ഓടി മഹദിയായ ഖദീജ ബീവിയോട് സമ്മിലൂനി പുതപ്പ് കൊണ്ട് മൂടാൻ പറയുകയും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കമ്പിളിപ്പുതപ്പ് കൊണ്ട് മൂടുകയുണ്ടായി. കാരണം ആ ഒരു കാഴ്ച, ആകാശഭൂമികൾക്കിടയിൽ ഉപവിഷ്ടനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ഒരു വലിപ്പവും മഹത്വമൊക്കെ കണ്ടപ്പോൾ സ്വാഭാവികമാണ് ഒരു ഭയമുണ്ടാവും. അങ്ങനെ ആ സന്ദർഭത്തിലാണ് യാ അയ്യുഹൽ മുദ്ദസ്സിർ, ആ സന്ദർഭത്തിലാണ് യാ അയ്യുഹൽ മുദ്ദസ്സിർ, കമ്പിളി പുതച്ച് കിടക്കുന്ന വ്യക്തിയെ, കമ്പിളി പുതച്ച വ്യക്തിയെ, മുഹമ്മദ് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ എന്ന് ആയത്തുകൾ വഹയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങുന്നത്. അഥവാ തൻ്റെ സമൂഹത്തിലേക്ക് ഒരു പ്രബോധകനായി പോകാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള കൽപ്പനയാണ് ഇതിലൂടെ അള്ളാഹു നൽകിയത്. അപ്പോൾ ഇതൊക്കെ വളരെ ഏറെ ഭാരമുള്ള ആയത്തുകളാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം, ഇതിൻ്റെയൊക്കെ ആശയം, വ്യാഖ്യാനം കഴിയുന്ന രീതിയിൽ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അതിൻ്റെ മഹത്വം ഉൾക്കൊള്ളാനും വേണ്ടി ശ്രമിക്കുക. അല്ലാഹു ജല്ല ജലാലുഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ, നല്ല രീതിയിൽ പഠിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.